പേരാണ് സത്യസന്ധനായ മരം വെട്ടുകാരൻ. പണ്ട് രാജ്യത്ത് ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് രാമു. അദ്ദേഹം പകല് പണിയെടുക്കും. അദ്ദേഹത്തിന് ഒരു ആഡംബര ജീവിതം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ കാട്ടിലേക്ക് മരം വെട്ടാൻ പോവുകയായിരുന്നു. മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ അദ്ദേഹത്തിൻ്റെ കൈ വഴുതി കോടാലി പുഴയിലേക്ക് പോയി. അയാൾ എത്ര തപ്പിയിട്ടും കിട്ടിയില്ല. ആ പുഴക്കരയിൽ ഇരുന്നു കൊണ്ട് രാമു കരയുകയായിരുന്നു. അന്നേരം വനദേവത പ്രത്യക്ഷപ്പെട്ടു. എന്താണ് രാമു? എന്റെ കോടാലി വെള്ളത്തിൽ പോയി. വനദേവത വീണ്ടും അപ്രതീക്ഷിതമായി. ഇതാണോ നിന്റെ കോടാലി? അല്ല. വനദേവത പ്രത്യക്ഷപ്പെട്ടു. രാമു, ഇതാണോ നിന്റെ കോടാലി? എന്റെ കോടാലി ഇരുമ്പിന്റെയാ. വീണ്ടും വനദേവത അപ്രതീക്ഷിതമായി. രാമു, ഇതാണോ നിന്റെ കോടാലി? അതെ. വനദേവത 3 കോടാലിയും അവന് സമ്മാനമായി കൊടുത്തു. രാമു വീണ്ടും വീട്ടിലേക്ക് പോയി. ആ സ്വർണ്ണ കോടാലി എടുത്ത് വിറ്റ് പണക്കാരനായി. 2 നില വീടും വെച്ച് ഒരു കാറും വാങ്ങി നല്ലപോലെ ജീവിച്ചു. ഒരു ദിവസം കൂട്ടുകാരൻ രാമുവിനെ തിരക്കി നടന്നു. അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടി. രാമുവിനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് പണക്കാരനാകാൻ പറ്റിയേ? അന്നേരം രാമു പറഞ്ഞു, നടന്നതെല്ലാം കൂട്ടുകാരനോട് പറഞ്ഞു. കൂട്ടുകാരൻ തൻ്റെ ബാഹ്യം പരീക്ഷിക്കാൻ കാട്ടിലേക്ക് പോയി. മരം വെട്ടാൻ തുടങ്ങി. മരം വെട്ടിയിട്ടും എത്ര ശ്രമിച്ചിട്ടും കോടാലി പുഴയിലേക്ക് പോയില്ല. അവസാനം മലപ്പുറം കോടാലി വെള്ളത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്ന് രാമു കരഞ്ഞതുപോലെ തന്നെ കരഞ്ഞു. വനദേവത എന്നും വരുന്നത് പോലെ തന്നെ പ്രത്യക്ഷപ്പെട്ടു. കൂട്ടുകാരനോട് ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നമെന്ന്. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, എൻ്റെ കോടാലി വെള്ളത്തിൽ പോയെന്ന്. വനദേവത അപ്രതീക്ഷിതമായി. എന്നിട്ടൊരു സ്വർണ്ണ കോടാലിയും കൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചു കൂട്ടുകാരനോട്, ഇതാണോ നിൻ്റെ കോടാലിന്ന്. അന്നേരം കൂട്ടുകാരൻ പറഞ്ഞു, ഇത് തന്നെയാണ് എൻ്റെ കോടാലിന്ന്. വനദേവതയ്ക്ക് ദേഷ്യം വന്നു. വനദേവത പറഞ്ഞു, ഇതല്ല നിന്റെ കോടാലി, നീ ഒരു അത്യാഗ്രഹിയാണെന്ന്. വനദേവത അപ്രതീക്ഷിതമായി. കൂട്ടുകാരന് സ്വന്തം കോടാലിയും കിട്ടിയില്ല, വെള്ളിക്കോടാലിയും സ്വർണത്തിൻ്റെ കോടാലിയും കിട്ടിയില്ല. കൂട്ടുകാരെ, ഇങ്ങനെയുള്ള ഒരു അബദ്ധത്തിൽ ചെന്ന് നിങ്ങൾ ചാടരുത്. നന്ദി, നമസ്കാരം.